6:20 നമ്മൾ രാവിലെ ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ 6:30 നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ജർമ്മനിയിലുള്ളൊരു എയർപോർട്ടാണിത്. എയർപോർട്ടിൻ്റെ പേര് ഫ്രാങ്ക്ഫർട്ടോ എന്താ എയർപോർട്ടിൻ്റെ പേര് നോക്കിയിട്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ പേര് കേട്ടോ. ആ എയർപോർട്ടാണത്. ഒരു എയർപോർട്ടാണ്, ജർമ്മനിയിലുള്ളൊരു എയർപോർട്ടാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ യൂറോ വിങ്സ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് കണ്ടോ, യൂറോ വിങ്സ്. എയർപോർട്ടൊക്കെ വലിയ മീൻസ് എയർപോർട്ട് അറ്റാച്ച് ചെയ്ത് കുറേ സെറ്റപ്പുകൾ കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലെ ചെറിയ എയർപോർട്ടല്ല, അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. അതേപോലെ ഒരു ബോഷിൻ്റെ വലിയൊരു കമ്പനി ഉണ്ട് ഇവിടെ, ബോഷ് അവരൊരു വർക്കിംഗ് സ്പേസ് ആണ് ബോഷ്. അതേപോലെ നമ്മളെ EY കമ്പനി, EY ബോഷ് പാർക്ക് ഹൗസ്, ഐ തിങ്ക് ബോഷ് പാർക്കിംഗ് സംതിങ് ആണ് ഇത്. എൽ ബാങ്ക് ഫോറം, ഇതൊക്കെ എയർപോർട്ടിന് നിയറസ്റ്റ് ആയിട്ടാണ് എല്ലാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ജർമ്മനിയിൽ ചിലപ്പോൾ പല കൺട്രിയിൽ നിന്നും വന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പം അവർ ഡെയിലി ഫ്ലൈറ്റ് വരുന്നവരൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ലോക്കൽ ഫ്ലൈറ്റ്സൊക്കെ ചാർജ് കുറവാണ്. നമ്മൾ സ്ലൊവേനിയയിൽ നിന്ന് മാൾട്ടയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും 3,500 രൂപയ്ക്ക് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഇൻസൈഡ് യൂറോപ്പ് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ്സൊക്കെ ചീപ്പാണ്. ബട്ട് നമ്മൾ ഔട്ട്സൈഡ് യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ചാർജ് വരും. പക്ഷേ ഇൻസൈഡ് യൂറോപ്പ് നിങ്ങൾ ചെറിയ ചെറിയ കൺട്രി പോവുകയാണെങ്കിൽ ഒരു 4,000 രൂപയൊക്കെ ടിക്കറ്റ് അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലേക്കും നാട്ടിലെ. അപ്പോൾ ഇവിടുത്തെ 40 യൂറോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രാൻസ് വെച്ച് ഇവിടെ നമുക്ക് 4 ലൈൻ ഉണ്ട്. 4 ലൈനിൽ 120 ആണ് സ്പീഡ് കാറിന്. നമ്മൾ ട്രക്കിന് 80 ശരിക്കും അലൗഡ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും റൈറ്റ് ലൈൻ കീപ്പ് ചെയ്ത് പോവുക. എപ്പോഴും ലാസ്റ്റ് ലൈൻ, അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ 4th ലൈൻ ആണെങ്കിൽ അവൈലബിൾ ഉണ്ടെങ്കിൽ 4th ലൈനിൽ പോവുക. ഇനി 3rd ലൈൻ ആണെങ്കിൽ 3rd ലൈനിൽ പോവുക. അപ്പോൾ നമ്മളിപ്പം പോകുന്ന 3rd ലൈനിലാണ്. 3 ലൈൻ റോഡായി ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമ്മളെപ്പോഴും റൈറ്റ് സൈഡ് റോഡ് കീപ്പ് ചെയ്ത് പോവുക നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും റോഡ് വർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കീപ്പ് ചെയ്യുക. എപ്പോഴും റൈറ്റ് സൈഡാണ് ട്രക്കിന്, ലെഫ്റ്റ് സൈഡ് കാറിനും ഓവർടേക്ക് ചെയ്യാനുള്ള ലൈനാണ്. അവിടെ നമുക്ക് ഇപ്പോൾ ഈ 3 ലൈനും റണ്ണിങ് ആണ് കാണിക്കുന്നതാണ്. ഈ 120 എന്ന് പറയുന്നത് ഈ 3 ലൈനിലും നമുക്ക് പോവാം. ഇപ്പോൾ ലാസ്റ്റിൽ 120 ഇല്ലായിരുന്നെങ്കിൽ, അത് കട്ടായിരുന്നെങ്കിൽ ഇൻഡു ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ലെഫ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേ മാറ്റണം. നമ്മൾ അടുത്ത ലൈനിലേക്ക് മാറ്റിയിട്ട് വേണം പോകാൻ. ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാണ്. നല്ല ഫൈൻ വരുന്നത്. ചിലപ്പം 50,000 രൂപയ്ക്ക് ഒറ്റയടിക്ക് ഫൈൻ വരും നാട്ടിൽ. അപ്പോൾ നമ്മൾ കറക്റ്റ് നിയമങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പാലിച്ച് വേണം എല്ലാ കൺട്രിയിൽ കൂടെയും യാത്ര ചെയ്യാൻ. നിർബന്ധമുള്ള കാര്യം കേട്ടോ. നമുക്ക് സാലറി എടുക്കാനുണ്ടാവില്ല. നിങ്ങൾ ഒരു ട്രിപ്പിൻ്റെ അകത്ത് 4 വയലേഷൻ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ഉണ്ടാവില്ല. ആ സ്ഥിതിയാവും. അതാണ് ഇവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അത്രയും സ്ട്രിക്റ്റാണ്. ഒരു മെട്രോ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് കാണാൻ പറ്റാറില്ല. മെട്രോ ഈ റോഡിൽ കൂടെ മെട്രോ ചെയിൻ ബസ് അറിയില്ല. ഇതിന് മുകളിൽ കൂടെ ഇപ്പോൾ പോയായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രാൻസിൽ പോവാണ്. ഫ്രാൻസിലേക്ക് നമുക്ക് 600 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 550 അങ്ങനെ എന്താണ്. മിക്കവാറും നമ്മളിന്ന് ഫ്രാൻസ് അങ്ങ് എത്തും. കാരണം നമുക്ക് 9 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. 9 മണിക്കൂർ. അപ്പം നമ്മളൊരു 10:30 ഒരു ബ്രേക്ക് ഇടാൻ ചാൻസ് അല്ല. നമ്മൾ 6:30 വണ്ടി എടുത്തത്. അപ്പം മിക്കവാറും 11 മണിക്കൂർ ബ്രേക്ക് എടുക്കും. എന്നിട്ട് പിന്നെയും ടണൽ സ്പിന്നിങ് ഒരു ബോർഡ് കണ്ടു, ഡിജിറ്റൽ ബോർഡ്. ഞാൻ ഇവിടുത്തെ വീടുകളും ഒഴിഞ്ഞ സ്ഥലമാണ്, അധികം ഒഴിഞ്ഞ സ്ഥലമാണ്.
ബ്രേക്ക് എടുത്താൽ പിന്നെ നമുക്ക് മിക്കവാറും പിന്നെയുണ്ട് 5 മണി 4 മണിക്കൂർ. ലൈൻ കട്ട് ഇത് കണ്ടോ നിങ്ങൾ, ഈ ലൈനിൽ പോകരുത് എന്നുള്ളതിനാണ്. അവിടെ ഒരു ലൈനിൻ്റെ സ്റ്റില്ലുണ്ടോ, ഒരു ഇൻറ്റും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തത്, 4th ലൈനിൽ പോകരുത്. ഈ ലൈൻ ഇവിടെ എൻഡ് ചെയ്തു. എല്ലാവരും എന്ത് ചെയ്തോളൂ, 3rd ലൈനിലേക്ക് കയറിക്കോളുക. നമ്മൾ 3rd ലൈനിലേക്ക് ട്രാക്ക് ആക്കി. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് ഫ്രാൻസിൽ അങ്ങ് എത്തുമായിരിക്കും. നമുക്ക് ഫ്രാൻസിൽ മൺഡേ 8 മണിക്കാണ് ഡെലിവറി. അപ്പം നമ്മൾ ഏകദേശം ഒരു നിയറസ്റ്റ് പാർക്കിംഗ് ഏതെങ്കിലും പിടിച്ചിട്ട് നമ്മൾ മൺഡേ നമ്മളൊരു രാവിലെ എണീച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. നമുക്കൊരു 24 hour ബ്രേക്ക് നമുക്ക് സൺഡേ കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല. വണ്ടിയും കാര്യങ്ങളൊന്നും നമുക്ക് എന്താ എവിടെയൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ടയർ പൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കംപ്ലൈൻറ്റോ വന്ന് നമ്മൾ റോഡിലോ. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യരുത്. നമ്മൾ ടൈം നോക്കി പോവുക. അത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തോളൊന്നും നടന്നോളൊന്നുമില്ല. അങ്ങനെയാണ് സ്ഥിതി. നമ്മൾ ജർമ്മനിയിൽ കൂടെ പോവാട്ടോ. ജർമ്മനിയിൽ എന്തെങ്കിലും നല്ല നല്ല വ്യൂസ് കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. എയർപോർട്ട് കണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. എല്ലാവരും ഇറങ്ങി, ട്രക്സൊക്കെ പാർക്കിങ്ങിലാണ്. ഓരോരുത്തർ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ടൈം ആകുന്നേ ഉള്ളൂ. എല്ലാവർക്കും ടൈം ഉണ്ടാവും. പിന്നെ നാളെ ഫ്രാൻസിലൊക്കെ ബാനാണ് കേട്ടോ. നാളെ നമുക്ക് ഫ്രാൻസിലൊന്നും ട്രക്ക് ഓടിക്കാൻ പാടില്ല. നാളെ മിഡ് നൈറ്റ്, അതായത് സാറ്റർഡേ നൈറ്റ് 12 to സൺഡേ 10 AM എനിക്ക് തോന്നുന്നു. രാത്രി 10 AM വരെ ബാനാണ്. ബാൻ ഇൻ ഫ്രാൻസ്. നമുക്ക് ഫ്രാൻസിൽ നാളെ 10 മണിക്ക് ശേഷം നമുക്ക് ട്രക്ക് ഓടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതും ഒരു വയലേഷൻ ഫൈൻ വരും. അപ്പം ഒന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയാണോ ഇടുന്നത് അവിടെ തന്നെയാണ് മിക്കവാറും മൺഡേ മോർണിംഗിൽ നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഡെലിവറി പോയിന്റിലേക്ക് പോവുകയായിരിക്കും ചെയ്യാം. അങ്ങനെയാണ് നമ്മളിപ്പം വിചാരിക്കുന്നത്.